ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പാലക്കാടൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. വറുത്ത അരച്ച സാമ്പാർ. അതിനിപ്പോൾ എണ്ണ ചൂടാക്കി ഒരു ചെറിയ പീസ് കായം അതിൻ്റെ കട്ട് അത് ഇട്ട് കൊടുത്തു. അത് മൂത്ത് വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് 4 റെഡ് ചില്ലീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഹോൾ മല്ലി എല്ലാം ഫ്രഷ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണാണ് കൊറിയാൻഡർ സീഡ്സ് എടുത്തിരിക്കുന്നത്. ഇനി ഇതും ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കൊറിയാൻഡർ സീഡ്സും എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ് ഈ പാലക്കാടൻ സാമ്പാർ. കുറേ പാലക്കാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ തരുമായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു ഇഷ്ടം വന്നത്. ഇപ്പോൾ നമ്മുടെ കൊറിയാൻഡർ സീഡ്സ് മൂത്തു. ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം. അപ്പോൾ ഞാൻ കയ്യിലിങ്ങനെ പിടി എടുത്തിട്ടാണ് ഇടുന്നത്. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാളികേരവും നമുക്കിതിൻ്റെ കൂടെ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ വെള്ളമയമൊക്കെ പോകണം നാളികേരത്തിൻ്റെ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്യാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുത്ത ശേഷം നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പം നമ്മുടെ നാളികേരം മറ്റേ സാമ്പാറിൻ്റെ വറുത്ത് അരയ്ക്കണത് റെഡി ആയിട്ടുണ്ട്. പുളിതാ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു നാരങ്ങ വലിപ്പത്തിൻ്റെ പുളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്, വഴുതനങ്ങ എടുക്കുന്നുണ്ട്, പൊട്ടേറ്റവും പിന്നെ ലേഡീസ് ഫിംഗറും. ഇതിലിപ്പോൾ ചെറിയ ഉള്ളിയും ലേഡീസ് ഫിംഗറും നമുക്കൊന്ന് വഴറ്റണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് ടേമറിക് പൗഡറും സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇനി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ടേമറിക് പൗഡറും സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്തരച്ച സാമ്പാറാണ്. നല്ല ടേസ്റ്റിയുമാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും നല്ലതാണ്. ഇപ്പോൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി നമുക്ക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുള്ളി വേണമെങ്കിൽ അങ്ങനെ ഇടാം, പക്ഷെ വഴറ്റി ഇടുമ്പോൾ അതിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഉള്ളി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് വെണ്ടയ്ക്ക അവിടെ വെച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്തിട്ട്, ഇനി വെണ്ടയ്ക്ക വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ അതേ പാനിൽ തന്നെ നമുക്കിനിയിപ്പോൾ വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വഴറ്റിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് ഞാൻ തുവരപ്പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളി വെന്തുകൊണ്ടിരിക്കണം. നമ്മൾ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു ടൊമാറ്റോ ആഡ് ചെയ്തു. നമ്മുടെ പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ബോയിൽ ആവട്ടെ. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വെണ്ടയ്ക്കയാണ്. അപ്പോൾ പരിപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മൂപ്പിച്ച വെണ്ടയ്ക്കയാണ്. അപ്പോൾ എല്ലാം കൂടി കടന്നതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിനി നമ്മുടെ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നാരങ്ങ സൈസ് വലിപ്പത്തിലെടുത്ത പുളിയാണ്. ഇനി പുളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ കോക്കനട്ട് പേസ്റ്റ് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് വറുത്തരച്ച സാമ്പാർ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ഒരു 3 to 5 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഫൈനലി കൊറിയാൻഡർ ലീവ്സും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സീസണിങ്ങും ചെയ്യാം. നമ്മുടെ കടുകും ചുവന്നമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് സീസണിങ്ങും ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി വറുത്തരച്ച പാലക്കാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.